ഇതെന്താ മണി 9 ഉള്ളൂ? എനിക്ക് പോകുന്ന വഴിക്ക് ഗംഗാധര സാറിന്റെ വീട്ടിൽ ഒന്ന് കയറണം. സാറ് കുട്ടികൾക്ക് വേണ്ടി കുറച്ചുകൂടി സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. ഞാൻ കൂടി ചെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഗംഗാധര സാറിനെ സഹായിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞ മോഹനേട്ടനെ കൊണ്ട് നാട്ടുകാർക്ക് മാത്രമേ സഹായമുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആവേശം ഒന്നും അന്നേരം കാണാറില്ലേ. മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊന്നും നീ ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ സഹായിക്കാനാ? അമ്മേ, ഗംഗാധരൻ സാർ അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. നീയോ കൊലപാതകൾക്കും കള്ളന്മാർക്കും വേണ്ടി ശബ്ദമുണ്ടാക്കുന്നൊരു വൈക്കോല്. അപ്പോ സത്യസന്ധനായ ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കുന്നത്? അയ്യോ വേണ്ടായേ, മോഹനേട്ട നാട്ടുകാരെ മാത്രം സഹായിച്ചാ മതി. പക്ഷേ വിശക്കുമ്പം വല്ലതും കഴിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരണം. ഷർട്ടുമുണ്ട് വിലക്കാനും തിരക്കാനും ഞാൻ തന്നെ വേണം. അത് മറക്കാതിരുന്നാ കൊള്ളാം. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ലോകത്തുള്ള എല്ലാ ഭാര്യമാരും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. ഇത് നിന്റെ ഔദാര്യമാണെന്ന് വെറുതെ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കണ്ട. ഞാൻ ഇറങ്ങുന്നു. നോക്കി പഠിപ്പിക്കുന്ന നമസ്കാരമുണ്ട് സാറേ. സാർ ഓഫീസിലോട്ട് ഇറങ്ങിയല്ലേ? ഇന്ന് സാറ് നേരത്തെ ആണല്ലോ. പോകുന്ന വഴി ഗംഗാധര സാറിന്റെ വീട്ടിലേക്കൊന്ന് കയറാം. ചില കാര്യങ്ങളുണ്ട്. ഗംഗാധര സാറ് കുട്ടികൾക്ക് വേണ്ടി എന്തോ പുതിയ പരിപാടികളൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. അതായിരിക്കും അല്ലേ സാറേ സംഭവം? അതെ. ഗംഗാധരൻ സാർ നാട്ടിലെ അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഞാനോ ഗംഗാധര സാറിനെ സഹായിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരെ സഹായിക്കാനുള്ള ശ്രമത്തിലാണ്. അല്ലാതെ കള്ളന്മാർക്കും കൊലപാതകൾക്കും സഹായം ചെയ്യുന്ന ചില വക്കീലന്മാരെ പോലെ അല്ല ഞങ്ങൾ എന്ന് പറയുകയായിരുന്നു. വക്കീലെ നമസ്കാരം. ഞാൻ വക്കീലിനെ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ രവീന്ദ്ര ചേട്ടൻ എന്തോ ഒരു പ്രശ്നം വക്കീലിന്റെ അടുത്ത് ചോദിക്കാനുണ്ട്. എപ്പോഴാണ് സമയം കിട്ടുക എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി. നാട്ടുകാരെയും സർക്കാരിനെയും പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഒരു തരികടയാണ് രവീന്ദ്രൻ കോൺട്രാക്ടർ. അയാൾക്ക് ഒരു സഹായം ആവശ്യം വന്നപ്പോൾ അയാൾ നേരെ അന്വേഷിച്ചു വന്നത് അഡ്വക്കേറ്റ് സത്യഭാമയെ. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ സത്യമാണെന്ന്? മോനേട്ടാ, നിയമത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ നിയമപ്രശ്നങ്ങൾ വരുമ്പോ അത് വക്കീലിന്റെ അടുത്ത് ചോദിക്കും. അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഓ, സർക്കാരിന്റെ നിയമത്തിൽ സംശയം വരുമ്പോ സർക്കാരിനെ ഉപദേശിക്കാൻ വക്കീലന്മാരുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? അയ്യോ, അത് കൊള്ളാവുന്ന വക്കീലന്മാർ, അല്ലാതെ നിന്നെ പോലെ തരികിട വക്കീലന്മാരല്ല. അതെ, വെറുതെ എന്നെ തരികിടാന്ന് വിളിച്ചു പോകണ്ട. മോഹനയുടെ ഒരു ആവശ്യം വരുമ്പോ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്നോട് ഒരു കാര്യത്തിൽ ഉപദേശമോ സഹായമോ ചോദിക്കേണ്ടി വന്നാൽ കഴുത്തിൽ കല്ല് കെട്ടി കടലിലേക്ക് എടുത്ത് ചാടുന്നതാണ് നല്ലത്. നിന്റെ ഉപദേശ സഹായം എനിക്ക് വേണ്ട. ഞാൻ ഇറങ്ങുന്നു. അല്ല, ഇത് സ്കൂട്ടർ സാറേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട് ഒഴിഞ്ഞു പോയാ മതി. വഴി മുടക്കി. എന്താണ് വക്കീലെ രാവിലെ ഇത്രയും വലിയ പ്രശ്നം? മനുഷ്യനൊരു കാര്യം അറിയാതെ വരുമ്പോ അത് അറിയാവുന്ന ആളുകൾ എടുത്ത് ചോദിക്കും. അത് നാട്ടു നടപ്പാണ്. പക്ഷേ ആ പോകുന്ന സാറിന് അതൊന്നും മനസ്സിലാവൂല. എല്ലാം അറിയാവുന്ന മഹാനാണെന്നാണല്ലോ ധാരണ. സത്യം പറഞ്ഞാൽ സർക്കാർ ജോലി തന്നെയാ കാജൽ സാറേ നല്ലത്. ശമ്പളം കുറച്ച് കുറവാണെങ്കിലും ഈ ജോലി എന്നും കാണുമല്ലോ. പേടിക്കാതെ സമാധാനമായിട്ട് ജീവിക്കാം. അത് ശരിയാ. പക്ഷേ ഇക്കാലത്ത് സർക്കാർ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ പ്രശ്നം. മോഹനേഷ് സാറെന്ന് മനസ്സ് വെച്ച് ആ പ്രശ്നത്തിൽ പരിഹാരം കണ്ടുപിടിക്കായിരുന്നു. വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോ 10 പൈസ വേറെ ഒപ്പിക്കാനാ പാട്. സാറ് വാങ്ങണ്ട, നമ്മളൊന്നും വാങ്ങുമ്പോ ഒന്ന് കണ്ണടച്ചാ മതിയായിരുന്നു. എന്റെ പ്രൊഫസറെ, ഇമ്മാതിരി വർത്താനം ഒന്നും ഇവിടെ ഇരുന്ന് പറയരുത്. മോഹനേഷ് സാർ വരാൻ നേരായി. ഈ പറയുന്നത് കേട്ടുകൊണ്ടാണ് വരുന്നതെങ്കിലേ ഇന്നത്തെ കാര്യത്തിനൊരു തീരുമാനമാവും. അത് വാസ്തവ. എന്തായാലും പ്രഭ പറഞ്ഞതുപോലൊരു ഭാഗ്യം നമുക്കുണ്ടാവില്ല. പിന്നെന്തിനാ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ? ഇപ്പോ സതീശൻ എന്ത് ചെയ്യാനാ തീരുമാനിച്ചേ? വെറുതെ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ചെയ്യണം ശശിപാലൻ ചേട്ടാ. എന്തായാലും മോഹനേഷ് സാർ വരട്ടെ. സാറ് വന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറ് വരുന്നേം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ അമ്മാവന്റെ മകൻ സതീഷിനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. 5-6 വർഷമായിട്ട് അവനവിടെ ജോലി ചെയ്യായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു കാരണവും കൂടാതെ അവരവനെ പിടിച്ചുവിട്ടു.
ചോദിക്കാൻ ചെന്നപ്പോ അവര് പറയാ അവർക്ക് തോന്നും പോലെ ചെയ്യാൻ നിയമമുണ്ട്. ഒന്ന് രണ്ടു പേരെടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോ അവര് പറയുന്നത് കോടതി പോവാനാ. പക്ഷേ അതിനെപ്പറ്റിയൊന്നും നമുക്കറിയില്ലല്ലോ സാർ. വക്കീലന്മാരെ കണ്ടു ചോദിച്ചാലോ അവരവർക്ക് തോന്നും പോലെ പറയും. സാറിന്റെ ഭാര്യയോടാകുമ്പോ വിശ്വസിച്ച് ചോദിക്കാലോ. സാർ ഒന്ന് ചോദിച്ചു നോക്കണം. വക്കീല് പറയുന്ന പോലെ നമ്മൾ ചെയ്യാം. അതെ, വെറുതെ എന്നെ തരികിടാന്ന് വിളിച്ച് പോകണ്ട. മോഹനയുടെ ഒരു ആവശ്യം വരുമ്പോ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിക്കുന്നത് എന്തിനാ? സ്വയം പ്രഭു ചോദിക്കാമല്ലോ. അങ്ങനെ പറയരുത് സാർ. സാറ് ചോദിക്കുമ്പോ അതിനൊരു വിലയുണ്ടാവും. സാറ് വക്കീലിന്റെ ഭർത്താവല്ലേ? എന്നെ ഇക്കാര്യത്തിൽ സാറ് സഹായിച്ചേ പറ്റൂ. സാറ് സഹായിക്കും ഞാൻ അമ്മാവനോട് പറയുകയും ചെയ്തു. സാർ ഒഴിവുകേട് പറയരുത്. സാറ് ചോദിച്ച വക്കീലുള്ള കാര്യം പറയും. പ്ലീസ് സാർ. സാറിനെ പോലൊരാളുള്ളപ്പോ പ്രഭ വേറൊരാളോട് സഹായം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ സാർ. അതിപ്പോ വക്കീലിന് അറിയാത്ത നിയമമില്ലല്ലോ സാർ. സാറ് ചോദിച്ച വക്കീൽ വിസ്തരിച്ച് പറഞ്ഞു തരും. ഞാൻ ചോദിച്ച വിസ്തരിച്ച് പറഞ്ഞണക്ക് തന്നെ. ഭാമയോട് എന്തായാലും ചോദിക്കാൻ പറ്റില്ല. സ്വയം പ്രഭെടുപ്പ് എന്ത് പറയും? മോഹനേട്ടാ, ഇതിനെയാണ് ദൈവമുണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നത്. രാവിലെ മോഹനേട്ടൻ എന്താ പറഞ്ഞേ? എന്റെ ഉപദേശമോ സഹായമോ ചോദിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കഴുത്തി കല്ല് കെട്ടി കടലിൽ ചാടുന്നാന്ന്. മോഹനേട്ടൻ കഴുത്തി കല്ല് കെട്ടി കടലിൽ ചാടിയാ മതി. ഞാൻ സഹായിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല, ഈ സ്വയം പ്രഭ ഒരു സഹായം ചോദിക്കുമ്പോ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അവര് കരുതും നിനക്ക് എന്നെ ഒട്ടും ബഹുമാനമില്ലായിരുന്നു. അത് നാണക്കേടല്ലേ? ആർക്ക്? മോഹനേട്ടന്. മോഹനേട്ടൻ അങ്ങനെയുള്ള നാണക്കേടുകൾ ഉണ്ടായാലേ മോഹനേട്ടൻ പഠിക്കൂ. ഈ കേസിൽ ഞാൻ സഹായിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. നാട്ടിൽ കൊള്ളാവുന്ന വക്കീലന്മാര് വേറെ ഉണ്ടല്ലോ, അവരെടുത്ത് പോയി ചോദിക്കട്ടാ. നിന്റെ ഭർത്താവായ ഞാൻ വേറെ വക്കീലന്മാരുടെ ഉപദേശം ചോദിച്ചാ അവരെന്ത് കരുതും? അത് നാണക്കേടാ. നീ സഹായിച്ചേ പറ്റൂ. ഞാൻ സഹായിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. ഭാമയോട് എന്തായാലും ചോദിക്കാൻ പറ്റില്ല. സ്വയം പ്രഭെടുപ്പ് എന്ത് പറയും? നമസ്കാരം സാർ. നമസ്കാരം. ഇതാര് ജയരാജൻ ചേട്ടനോ? കണ്ടിട്ട് കുറെ നാളായല്ലോ. തിരക്കായിരിക്കും അല്ലേ? അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. കഷ്ടിച്ച് ജീവിച്ചു പോകും. ഇതാര് ജയരാജനോ? ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച നെടുങ്കണ്ടത്ത് നിങ്ങളെ നാടകം പൊളിഞ്ഞെന്നോ നാട്ടുകാര് ചീഞ്ഞ മുട്ട വലിച്ചെറിഞ്ഞോ എന്നൊക്കെ പറയുന്ന കേട്ടു. അതൊക്കെ ശത്രുക്കൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നല്ലേ ശിശുപാലൻ സാറേ. ഇത്തവണത്തെ ഞങ്ങളുടെ നാടകം സൂപ്പറാണ്. ഈ ഒറ്റ സീസണിൽ 100 സ്റ്റേജ് കളിച്ചു. ഒറ്റ സീസണിൽ 100 സ്റ്റേജോ? എന്നിട്ടാണ് ജയരാജൻ ചേട്ടൻ പറഞ്ഞത് തിരക്കൊന്നുമില്ല. അല്ല, ഈ തിരക്കില്ല എന്ന് പറയാൻ പറ്റില്ല. തിരക്കുണ്ട്. അല്ല, ഇപ്പം ജയരാജേട്ടൻ വന്നതെന്തിനാ? കരം തീർക്കാൻ വന്നതാ കാഞ്ചന സാറേ. കഴിഞ്ഞ കൊല്ലത്തെ കരവും തീർത്തിട്ടില്ല. ജയരാജ. ഓ, ആ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ജയരാജനൊന്ന് കാണാൻ വേണ്ടിയിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, കരം തീർക്കാനുള്ള പൈസ കാഞ്ചനയുടെ കയ്യിൽ കൊടുത്തിട്ട് ജയരാജൻ ഒന്നിങ്ങി വന്നേ. എന്താ സാറേ പ്രശ്നം? ഞാനെങ്ങനെ അറിയാനാ? അതെ, മോഹനേഷ സാർ ഒരു കലാകാരനാണല്ലോ. സാറിനെ കൂടെ നിങ്ങളുടെ നാടക സമിതിയിൽ ചേർക്കുമോ എന്ന് ചോദിക്കാനായിരിക്കും അല്ലേ? അതെ. ഇതാ പഴയ രസീത്. പൈസ ഇതാ. ചെല്ല്. സാറിനെ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ രസീത് എഴുതി ഓ വെക്കാം. ശരി, എന്നാ പിന്നെ ചെല്ല്.
ആ എന്താ സാർ? ജയരാജൻ നാടകത്തിന് തിരക്കിലായിരിക്കും എനിക്കറിയാം. എങ്ങനെയുണ്ട് നാടകമൊക്കെ? നന്നായി പോകുന്നു സാർ. ഈ സീസണിൽ ഇതുവരെ 100 സ്റ്റേജ് വരെ കളിച്ചു. ജയരാജനാണോ നായകൻ? അല്ല സാർ, നായകൻ വേറൊരാളാ. ഞാൻ നായകന്റെ ചേട്ടനായിട്ടാ അഭിനയിക്കുന്നേ. എന്താ സാർ? എനിക്ക് ജയരാജനൊരു സഹായം ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി ഒരിടത്ത് പോയി ജയരാജനൊന്ന് അഭിനയിക്കണം. ഏത് നാടകമാണ് സാർ? നാടകമല്ല, ജീവിതം. ജീവിതത്തിൽ എന്തിനാ സാർ അഭിനയം? ജീവിതത്തിലും ചിലപ്പോ നമ്മൾ അഭിനയിക്കേണ്ടി വരുമല്ലോ. ജയരാജൻ എവിടെ പോയി എന്താ അഭിനയിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഉം, ഉം. എന്റെ ഭാര്യയെ ജയരാജൻ അറിയാമോ? പിന്നെ അറിയാം. സത്യഭാമ വക്കീലല്ലേ? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ഭാമയ്ക്ക് ജയരാജൻ അറിയാമോ? ഇല്ല. നന്നായി. ജയരാജൻ നേരെ വക്കീൽ ഓഫീസിൽ ചെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ പറയണം. അതിന് ഭാമ പറയുന്ന മറുപടി അതുപോലെ എന്നെ വിളിച്ച് പറയണം. ഭാമ പറയുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ മനസ്സിലാക്കി വെക്കണം. സംശയം ഉണ്ടെങ്കിൽ എഴുതിയെടുത്താലും കുഴപ്പമില്ല. അവിടെ ഞാനാണ് ജയരാജൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് ഒരു കാരണവശാലും ഭാമ അറിയരുത്. എങ്കിൽ കരം തീർത്ത് രസീത് വാങ്ങി ജയരാജൻ വേഗം സ്ഥലം വിട്ടു. ഭാമ കോടതിയിൽ പോകുന്നതിനും അവിടെ എത്തണം. അല്ല സാറേ, സാറ് കൂലി പറഞ്ഞില്ല. കൂലി? അഭിനയിക്കുന്നതിന് കൂലി വേണമല്ലോ. ഒരു സ്റ്റേജിൽ നാടകം കളിച്ചാൽ എനിക്ക് 1000 രൂപ കിട്ടും. സാറ് 1000 രൂപയും തരണ്ട, ഒരു 500 രൂപയും വണ്ടിക്കൂലിയും ഫോൺ ചെയ്യാനുള്ള കാശും തന്നാ മതി. 500 രൂപയോ? പിന്നെ ഇക്കാലത്ത് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ സാറേ? 500 രൂപ കൂടൂല. ഞാൻ ഒരു 100 തരാം. നടക്കില്ല സാറേ. ഒരു 250 താഴെ ഒരു അഭിനയത്തിന് ഞാനില്ല. സാറേ, പൈസ അഡ്വാൻസ് കിട്ടണം. ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഒരു 10 രൂപ. 100? 30 രൂപ ഉണ്ട്. എന്തുവാ സാറേ കളിക്കാതെ, ബാക്കി പൈസ കൊണ്ടിട്ട് സാറേ. 230. 20 മതി. എന്റെ ദൈവമേ. അപ്പൊ ശരി സാറേ. നമസ്കാരം. നമസ്കാരം. വരൂ. ഓ, ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കേസ്? എന്റെ അനിയൻ സതീഷിന്റെ ഒരു പ്രശ്നം വക്കീലേ. ആഹാ, പ്രശ്നം എന്താന്ന് പറയൂ. അവനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു 5-6 കൊല്ലമായിട്ട്. ഇപ്പൊ പെട്ടെന്ന് ഒരു കാരണവും പറയാതെ അവരവനെ പിരിച്ചുവിട്ടു. എന്താ കാരണം ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷെ അവർക്ക് തോന്നും പോലെ ചെയ്യുമെന്നാ പറയുന്നേ. നിയമപരമായി വല്ലതും ചെയ്യാൻ പറ്റുമോ വക്കീല്? പിന്നില്ലേ, അങ്ങനെ തോന്നു പോലെ ഒരാളെ പിരിച്ചുവിടുന്നത് എങ്ങനെയാ? അപ്പോ എന്താ വക്കീല് ചെയ്യേണ്ടത്? ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. ഒരു വക്കാലത്ത് എനിക്ക് ഒപ്പിട്ട് തന്നാ മതി. അയ്യോ, അത് പറ്റില്ല. അതെന്താ? അല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അനിയനോട് പറയണം. പിന്നെ എന്റെ ഒരു അമ്മാവനുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥനാ, പുള്ളിക്കാരനോടും പറയണം. നടപടികളൊക്കെ വക്കീല് പറഞ്ഞു തന്നാ മതി, ഞാൻ എഴുതിയെടുക്കാം. ശരി. എന്നിട്ട് നാളെയോ മറ്റന്നാളോ വന്ന് വക്കാലത്ത് ഒപ്പിട്ട് തന്നേക്കാം. ഓ ശരി, എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പേനും പേപ്പറും ഉണ്ടോ? ഉണ്ട് വക്കീല്. എഴുതിക്ക്. ഹലോ, മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ സാറേ, ഞാനാ ജയരാജൻ. എന്താ ജയരാജ? അതെന്തൊരു ചോദ്യമോ സാറേ? ഞാനൊരു കാര്യം ഏറ്റതല്ലേ. വക്കീലിനെ കണ്ടു, കാര്യം പറഞ്ഞു. വക്കീല് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. എന്താ പറ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് സാറേ.
അതായത് ആദ്യം ആ കമ്പനിയുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് ഒരു കത്തയക്കണം. ശരി ശരി. ഓ, 250 രൂപ പോയെങ്കിൽ എന്താ, എന്റെ മാന രക്ഷപ്പെടുന്നു. കാശ് വാങ്ങി അതിനുള്ള ജോലി ഞാൻ ചെയ്യാതിരിക്കോ സാറേ? ആ പിന്നെ ഭാമിക്കൊരു സംശയം തോന്നിയില്ലല്ലോ? ഒരു സംശയവും തോന്നില്ല സാറേ. ശരി. ആ പിന്നെ ഇനി ഒരാളും ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഓ ശരി സാർ, ഓക്കെ. രക്ഷപ്പെട്ടു. ഇനി സ്വയംപ്രഭയുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാം. സ്വയംപ്രഭ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ചെയ്തു തന്നില്ല എന്ന് പറയാം. സ്വയംപ്രഭയുടെ അമ്മാവന്റെ മകന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. സാർ വക്കീലിനെ വിളിച്ചോ? എന്തിന്? ഞാൻ അല്ലെങ്കിൽ അവളോട് വലിയ ഉപദേശം ചോദിക്കാറില്ലല്ലോ. ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാമല്ലോ. സാറിന് നിയമമൊക്കെ അറിയാവോ? സാറ് വില്ലേജ് ഓഫീസർ അല്ലേ? കാഞ്ചനെ, നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, ഞാൻ മലയാളത്തിലെ പേരെടുത്ത എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടു. ഒരു വില്ലേജ് ഓഫീസർ എന്തിനാണ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് എന്ന് ചിലപ്പോൾ ചില ചോദിച്ചേക്കാം. നോക്ക്, എല്ലാ അറിവുകളും നമുക്കുണ്ടാവണം. എന്നാലും കോടതി നിയമമൊക്കെ ആകുമ്പോ അത് പഠിച്ചവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ സാർ. ആര് പറഞ്ഞു അങ്ങനെ? ഇന്ത്യൻ ഭരണഘടനയും ശിക്ഷാ നിയമവും സിവിൽ നടപടി ചട്ടവും എല്ലാം വായിച്ചു പഠിച്ചിട്ടുണ്ട് ഞാൻ. എന്തിനാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതൊക്കെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയംപ്രഭ സതീശന്റെ കാര്യം രാവിലെ പറഞ്ഞപ്പോൾ മുതൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നിയമപരമായിട്ട് അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന്. ഇത്രയും നേരം ആലോചിച്ചപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. സ്വയംപ്രഭ ഒരു കടലാസ് എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് എഴുതിയെടുത്തു. സാറിന് സമ്മതിക്കണം. അപ്പൊ സാറിന് നിയമം അറിയാല്ലേ? മോഹനകൃഷ്ണൻ സാറിന് എല്ലാം അറിയാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും ഒരു പക്ഷേ അഹങ്കാരം കൊണ്ടാണ്. അങ്ങനെ കരുതരുത്. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപരമായി ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എഴുതിയെടുത്തു. പറയാം. ആദ്യം വേണ്ടത് ഒരെഴുത്ത് കമ്പനിയുടെ മേലധികാരിക്ക് അയക്കുക എന്നുള്ളതാണ്. അതിൽ ഞാൻ പറയുന്ന ഈ കാരണങ്ങൾ ഉണ്ടാവണം. മോനിട്ട് എത്തിയോ? ഞാൻ ചായ എടുത്തില്ല. മോഹനൊരു ഷർട്ടും കൊണ്ട് മാറുമ്പോഴേക്കും ഞാൻ ചായ എടുത്തോണ്ട് വരാം. അങ്ങനെ ചായക്ക് ധൃതിയൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. അതെന്താ അങ്ങനെ? അല്ല, നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമുള്ള സമയത്ത് ചായയൊക്കെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. അതെന്താണ് പതിവില്ലാത്തൊരു സന്തോഷം? അതൊക്കെ ഉണ്ട്. ഇന്ന് ഓഫീസിലുള്ളവർക്കൊക്കെ എന്നോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും തോന്നിയ ദിവസമാണ്. മോഹനേട്ടന്റെ ഓഫീസിലുള്ളവർക്ക് അല്ലെങ്കിലും മോഹനേട്ടൻ ഭയങ്കര ബഹുമാനം തന്നെയാണല്ലോ. വിദ്യാസമ്പന്നൻ, മാന്യൻ, സത്യസന്ധൻ, സുന്ദരൻ. ആരായാലും എന്റെ മോഹനേട്ടനെ ബഹുമാനിച്ചു പോവുമല്ലോ. ഇത് അങ്ങനെയുള്ള ബഹുമാനം അല്ല. എനിക്ക് പരിചയമില്ലാത്തൊരു മേഖലയിലുള്ളൊരു പ്രശ്നം ഞാനിന്ന് പരിഹരിച്ചു. എനിക്ക് ഇത്രയും അറിവും വിവരവും ഉണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചതേയില്ല.
അത് മോഹനേട്ടനെ അവർക്ക് അറിയാഞ്ഞിട്ടാ. മോഹനേട്ടന് നിശ്ചയമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ലോകത്തുണ്ടോ? ഞങ്ങളുടെ കോടതിയെ കുറെ കോന്തം വക്കീലന്മാരുണ്ട്, ഒരെണ്ണത്തിന് ഒരു വിവരവും ഇല്ല. ഇവരൊക്കെ എങ്ങനെയാണ് LLB പാസ്സായെന്ന് ഞാൻ ശരിക്കും ആലോചിക്കാറുണ്ട്. സത്യത്തിൽ അവരൊക്കെ എന്റെ മോഹനേട്ടനെ കണ്ട് പഠിക്കണം. എന്റെ മോഹനേട്ടൻ ഒരു കുര്യാക്കോസ് വക്കീലുണ്ട്, ഒരു വിവരവും ഇല്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ സോപ്പിട്ട് കേസ് പിടിക്കും. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം പുള്ളിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്ത് ചെയ്യും? ആരും അറിയാതെ എന്നെ കാണാൻ വന്നിട്ട് സത്യഭാമേ ഒന്ന് സഹായിക്കോ പ്ലീസ് എന്ന് ചോദിക്കും. ആദ്യമൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു, പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. കുര്യാക്കോസ് വക്കീലല്ലേ ഫീസ് വാങ്ങുന്നത്, അപ്പൊ കുര്യാക്കോസ് വക്കീലിന് കേസൊക്കെ പഠിക്കട്ടെ. ആ ഞാൻ സഹായിക്കില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരന്റെ പുതിയ അടവ്. ഒരു കേസിലെ സംശയങ്ങൾ തീർക്കാൻ ഇന്ന് ഒരുത്തനെ വേഷം കിട്ടിച്ച് നേരെ വക്കീൽ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു ജയരാജൻ. അയ്യോ, എനിക്കയാളെ നേരത്തെ അറിയാവുന്നതാ. 1-2 കേസ് സാക്ഷി പറയാൻ അയാൾ കോടതി വന്നിട്ടുണ്ട്. അയാളുടെ അനിയനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യം പറയാനാണ് അയാൾ വന്നത്. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേസെല്ലാം ഞാൻ നോക്കിക്കോളാന്ന്. അപ്പൊ അയാൾ പറയുകയാണ്, എനിക്ക് അമ്മാവനോട് അനിയനോട് ചോദിക്കണം, കേസിന്റെ രീതികളൊക്കെ ശരിക്കൊന്ന് പറഞ്ഞു തന്നാ മതി എന്ന്. എനിക്കപ്പോഴേ മനസ്സിലായതാണ് കുര്യാക്കോസ് വക്കീല് പറഞ്ഞു വിട്ട ആളാണ് ഇതെന്ന്. ഞാന് നിയമൊക്കെ മുഴുവനും തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞതുപോലെ വല്ലതും ചെയ്ത കുര്യാക്കോസ് വക്കീലും വിവരം അറിയും, വക്കീലിന്റെ കക്ഷിയും വിവരം അറിയും. അയ്യോ, എന്താ നീ പറഞ്ഞ സത്യമാണോ? എന്ത്? അല്ല, ഈ ജയരാജനോട് പറഞ്ഞു വിട്ടേക്ക് തെറ്റായിരുന്നോ? അപ്പൊ ശരിക്കും എന്താ ചെയ്യേണ്ടത്? എന്ത്? അല്ല, ഒരാളെ ജോലി നിന്ന് പിരിച്ചുവിട്ടാ ശരിക്കും എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിനിപ്പോ മോഹനേട്ടനെ പിരിച്ചുവിട്ടെ. പിരിച്ചു വിട്ടാലോ? പിരിച്ചുവിടട്ടെ, അപ്പൊ ഞാൻ പറയാം. അല്ല, എനിക്ക് പറയണം, അല്ലെങ്കിൽ പ്രശ്നമാവും. സ്വയംവരം എഴുതി അയച്ചാണോന്ന് ചോദിച്ചാ. സ്വയംപ്രഭയോ? സ്വയംപ്രഭയുടെ അമ്മാവന്റെ മോൻ സതീഷിന്റെ ജോലി പോയി, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചോണ്ട് സ്വയംപ്രഭയുടെ അടുത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചാൽ നീ സഹായിക്കില്ലെന്ന് അറിയാതുകൊണ്ട് ഞാനാണ് ജയരാജനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ജയരാജൻ വിളിച്ചു പറഞ്ഞൊക്കെ ഞാൻ സ്വയംപ്രഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എനിക്ക് പിന്നെ ആഫീസ് പോകാൻ പറ്റില്ല. നീ പറഞ്ഞാ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സ്വയംപ്രഭ വിളിച്ച് പറഞ്ഞോളാലോ. രാവിലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നീ സഹായിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജയരാജനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്റെ 250 രൂപയും പോയി. ജയരാജൻ വന്നപ്പോ തന്നെ എനിക്കറിയായിരുന്നു ഇത് മോഹനേട്ടന്റെ ബുദ്ധിയാന്ന്. സതീഷിന്റെ അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്നെ പറ്റിച്ചൊരു വിവരം അറിയാൻ മോഹനേട്ടൻ നോക്കുമ്പോ അങ്ങനെ അങ്ങ് സാറിന് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഞാൻ ജയരാജനോട് പറഞ്ഞു കൊടുത്തല്ല ശരിയായ കാര്യം തന്നെയാ. അതിലൊരു പ്രശ്നവും ഇല്ല. സ്വന്തം ഭാര്യയെ പറ്റിക്കാൻ നാടകക്കാരെ പറഞ്ഞു വിടുന്ന ഒരു ഭർത്താവ് കഷ്ടം. അല്ല മോഹനേട്ടൻ എന്തായാലും ആളെ പറഞ്ഞു വിടുകയല്ലേ, എന്നാ വേറെ ഏതെങ്കിലും ഒരു വക്കീലിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? അപ്പൊ ഞാനത് അറിയില്ലല്ലോ. അപ്പോ ഒരു കാര്യം ഉണ്ടെങ്കിൽ നല്ല വക്കീലിന്റെ അടുത്ത് പോണ്ടേ? എനിക്ക് ആകെ പരിചയമുള്ള നല്ലൊരു വക്കീൽ നീയല്ലേ? സോപ്പ് അല്ല, സത്യ, നീ നല്ല വക്കീല. എല്ലാ തന്ത്രങ്ങളും എല്ലായ്പ്പോഴും ഫലിക്കണമെന്നില്ല. എങ്കിലും വക്കീലെന്ന നിലയിലുള്ള സാമർഥ്യത്തെ വില്ലേജ് ഓഫീസർ അറിയാതെയെങ്കിലും അംഗീകരിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തി ഇന്നത്തേക്ക് വിടാം.